മിസൈൽ ബഹിരാകാശത്തേക്ക് വിടുന്ന ഫീലിംഗ് ആണ് കേട്ടോ. വീണ് നാണം കെട്ടി ചമ്മിയിട്ട് സത്യം പറഞ്ഞാൽ എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. കാണുന്നത്ര ഒട്ടും ഈസി അല്ലായിരുന്നു ഇതിൽ നടക്കൽ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ടൂറാണ്, ഫാമിലി ടൂർ പോവാണ്. രാത്രി 12 മണിയാവാനായി സമയം. നമ്മൾ പോവാണല്ലോ. പോകുന്ന സ്ഥലത്തിന്റെ പേര് പോലും എനിക്കറിയില്ലായിരുന്നു ഗേസ്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് കേട്ടോ. ഈ ഒരു സ്പോട്ട് നമ്മൾ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്താണ് കേട്ടോ. ലാസ്റ്റ് നൈറ്റിൽ പറഞ്ഞത് നമുക്ക് ഇവിടെ പോകാൻ. ആദ്യം വയനാട് പോകാനൊക്കെയാണ് പ്ലാൻ ചെയ്തത്. പിന്നെ ലാസ്റ്റ് 2 years നമ്മൾ വയനാട് തന്നെയായിരുന്നു പോയിട്ടുണ്ടായത്. നമ്മൾ മാഹിലെത്തിയപ്പോൾ വണ്ടിയിൽ എണ്ണയൊക്കെ അടിച്ചു. കാരണം അവിടെ പൈസ കുറച്ച് കുറവാണല്ലോ. പിന്നെ 2:45 ആയപ്പോൾ നമ്മൾ കൊയിലാണ്ടിലെത്തി. അവിടുന്ന് ചായയും നമ്മൾ കല്ലുമ്മക്കായൊക്കെ കഴിച്ച് റിഫ്രഷായി. അങ്ങനെ ഒരു 4-4:30 ആയ സമയത്തേക്ക് നമ്മൾ എത്തി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കൂടെയുള്ള 2 പൊട്ടന്മാർക്ക് 2 ഫാമിലിയാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായത്. 2 ആൾക്കും വഴിയും അറിയില്ല, നമ്മൾ റിസോർട്ടും ബുക്ക് ചെയ്തിട്ടില്ല എന്ന് സത്യം മനസ്സിലായത്. പിന്നെ റിസോർട്ട് പരത്തി പിടിക്കാനുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഇവർ നോക്കിയ സമയത്ത് 200+ റിസോർട്ട് ഇവിടെ അവൈലബിൾ ആണെന്നാണ് കണ്ടിട്ടുണ്ടായത്. പിന്നെ നമ്മളങ്ങനെ ഓരോ റിസോർട്ടിന് പോയി അവിടെ കോണ്ടാക്ട് ചെയ്തിട്ട് റൂമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പോകാൻ കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. കാരണം നമ്മൾ ഞാൻ നോർമലി ഏതെങ്കിലും ഒരു റിസോർട്ട് ബുക്ക് ചെയ്യും, നേരെ അടുത്തേക്ക് പോകും. ഇതങ്ങനെയല്ല, നമ്മൾ അവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ റിസോർട്ടും ഈ ഏരിയയിൽ കവർ ചെയ്തിട്ടുണ്ടായത്. കാരണം നമ്മൾ ഫാമിലി 2 ഫാമിലിയാണ് കേട്ടോ പോയത്. ഹസ്ബൻഡും എൻ്റെ ഫ്രണ്ടും ഫാമിലിയും കൂടി ഉണ്ടായിട്ടോ നമ്മളെ കൂടെ. അപ്പോൾ നമ്മൾ ഓരോ റിസോർട്ടിലും പോയി. നമ്മളൊരു 6:30-7 മണി ആ ഒരു സമയം വരെ പിന്നെ ഇത് റിസോർട്ട് ചെക്ക് ചെയ്യലും പിന്നെ കോണ്ടാക്ട് ചെയ്യലൊക്കെ ആയിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ട് ഓരോ റിസോർട്ടും നമ്മൾ കറക്റ്റ് ചെയ്യാം, നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെയാണെന്ന് ഇപ്പം കറക്റ്റായിട്ട് അറിയാം. പിന്നെ പിന്നെ 2 നായ്ക്കുട്ടികളൊക്കെ ഉണ്ടാവും, നല്ല സൂപ്പറാണ് കേട്ടോ. ഒന്ന് നമ്മൾ ആദ്യമൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഒരേ സമയം അവിടെ ചായക്കടയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പട്ടിക്കുട്ടിയായിട്ട് നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളൊക്കെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പട്ടിക്കുട്ടികളായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു റിസോർട്ടിൽ നമ്മൾ ലാസ്റ്റ് എത്തി കേട്ടോ. അപ്പോൾ ഇത് സൂപ്പർ. നമ്മൾ ഏകദേശം നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ സെറ്റാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ പോയിട്ടുണ്ടായത്. പിന്നെ നമ്മൾ നല്ലൊരു വൈബാണ് കേട്ടോ. അത് ഫുൾ നല്ല, പിന്നെ സൂര്യൻ ഉദിച്ച് വരുന്ന സമയമായതുകൊണ്ട് തന്നെ നല്ല വ്യൂവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ 2 ഫാമിലിക്കും റൂം കിട്ടാത്തതുകൊണ്ട് ഒരു ഫാമിലിക്ക് ഒരു റൂം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടായത്. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇറങ്ങി കേട്ടോ. എന്തായാലും ഇറങ്ങിയതല്ലേ എന്ന് ചോദിച്ചിട്ട് പിന്നെ നെക്സ്റ്റ് ഇവിടെ പോയത് സൂപ്പർ വൈബാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് പൂളുള്ളത് തന്നെ വേണമെന്നുള്ളത് കൊണ്ട് നമ്മൾ ലാസ്റ്റ് ഒരു റിസോർട്ട് കൺഫേമാക്കി ഒന്ന് സെറ്റ് ആയിട്ടുണ്ടായി. ഫുഡൊക്കെ കഴിച്ചു. ഇത് നമ്മൾ റിസോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവിടെ 9 മണി ആ ഒരു ടൈം ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 12 മണിയൊക്കെ ആവും ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കോഴിച്ചാട്ടം, പിന്നെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് പോയി. ഇവിടെ ഗൂഗിൾ പേ മാത്രമേ എടുക്കൂ കേട്ടോ, ക്യാഷൊന്നും സ്വീകരിക്കുന്നതല്ല. അപ്പോൾ പോകുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഗൂഗിൾ പേ മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ നമ്മൾ കാണുമ്പോൾ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, ബേക്കിലുണ്ടോ എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ. കാരണം സൗണ്ട് നമ്മൾ പൊതുവെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സൗണ്ടൊക്കെ ഉണ്ടാവുമല്ലോ വെള്ളം ഒഴുകുന്നതിൻ്റെയൊക്കെ. അപ്പം അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പോവാണ് കേട്ടോ അങ്ങോട്ടേക്ക്. അപ്പോൾ ഇത് പിന്നെ അവിടെ നമ്മൾ എൻട്രൻസിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യാനുണ്ട് കേട്ടോ. കാരണം വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പാടില്ല, പിന്നെ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്തമായിരിക്കും, അങ്ങനെയൊക്കെ നമ്മൾ കൊണ്ട് ഡോക്യുമെൻറ്റ്സിലൊക്കെ സൈൻ ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വിടുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ വെള്ളച്ചാട്ടം. ഇതിലിപ്പോൾ എന്താ വെള്ളമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ നല്ല അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മഴയൊക്കെ പെയ്താൽ അങ്ങനെ മുകളിൽ നിന്നേ വെള്ളം വന്നിട്ടിങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ വീഡിയോസിലൊക്കെ കാണില്ലേ, ആ ഒരു ഇതായിരിക്കും തോന്നുന്നു. പിന്നെ നമ്മൾ ഇത് വെള്ളത്തിലേക്ക് ഇറങ്ങണ്ടെന്ന് കർശനമായിട്ട് ഹസ്ബൻഡ് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു. എന്തായാലും പിന്നെ ഒരു ക്യൂരിയോസിറ്റിൻ്റെ പുറത്ത് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഈ
അത്ര ഒഴുക്കൊന്നുമില്ല, പക്ഷേ മേ ബി ആഴം ഉണ്ടാവുമായിരിക്കും. എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചിട്ട് മക്കളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഭയങ്കര നമ്മുടെ വീട്ടിൽ തന്നെ മക്കൾ വരുമല്ലോ, 2 ചെറുതാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഒഴുകുന്ന ഒരു ഇത്രയേ ഉള്ളൂ കേട്ടോ വെള്ളം. പിന്നെ 2 സൈഡിലും കുറച്ച് പാറക്കെട്ട് അതിനുള്ള വെള്ളം അങ്ങനെയൊക്കെയാണ്. ഞാൻ കാര്യമായിട്ട് പോയി നോക്കുന്നത് എന്താണെന്നറിയാം, അവിടെ ഒരു ചെറിയൊരു ഒരു കുണ്ടുണ്ട്, നമ്മളിങ്ങനെ പറയാം കുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് നോക്കാൻ വേണ്ടി അന്നത്തെ കാര്യമായിട്ട് അതിലൊന്നും ഉണ്ടായിട്ട് കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ കുറച്ച് ഒഴുകുന്ന വെള്ളം മാത്രമേ ഇല്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടേക്ക് ഇരുന്നിട്ട് കളിക്കുന്നുണ്ടായിരുന്നു മക്കളൊക്കെ ആയിട്ട്. അവിടെ തന്നെ ഇരുന്നിട്ട് വെള്ളത്തിൽ തന്നെ നമ്മൾ കാഞ്ഞാമ്പൊത്തൊക്കെ കിടക്കുന്ന പോലെ വെള്ളത്തിൽ തന്നെ കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റിലൊന്നും കീഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ കീഞ്ഞ കണ്ടപ്പോൾ പിന്നെ അവർ എൻ്റെ പിറകെ വന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി. അപ്പോൾ ഇതാണ് വെള്ളത്തിൻ്റെ ആ ഒരു ലുക്ക് വരുന്നത്, വെള്ളച്ചാട്ടത്തിൻ്റെ. പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിട്ടോ. സത്യം പറഞ്ഞാൽ അത്രയും കാമായിട്ടുള്ളൊരു പ്ലേസ്. വളരെ നമുക്കവിടെ ഇരുന്നാൽ നമ്മൾ മൈൻഡിൽ ഒന്നുമില്ല കേട്ടോ, ടെൻഷനും കാര്യങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളൊക്കെ ഒരുപാട് വർക്കിൻ്റെ കാര്യങ്ങളായാലും ഈ സ്ട്രെസ്സ് അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഒന്നിനെക്കുറിച്ചും ഓർമ്മയില്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. കുറച്ച് സമയം നമ്മളവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്ത് വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് നമ്മളവിടുന്ന് പോയത്. ഒന്നാമത് ഈ ഒരു ടൂർ പോകുന്നതിന് കാരണം നമുക്ക് കുറച്ച് മെൻ്റൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ അത് ശരിക്കും ഈ ഒരു ഫസ്റ്റത്തെ ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിട്ടോ. നമ്മൾ കുറച്ച് സമയം അവിടെയൊക്കെ നന്നായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇപ്പുറത്തെ സൈഡൊക്കെ എന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് അവിടെ നിന്ന് പോവല്ലേ അവിടെ കയറല്ലേ ഇവിടെ കയറല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് കുറച്ച് മെമ്മറീസൊക്കെ എടുത്ത് നമ്മളിങ്ങോട്ട് പുറപ്പെടാനുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിന്ന് വെള്ളത്തിലൊക്കെ അവിടെ കുറച്ച് നല്ലോണം ആഴമുള്ള പ്ലേസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്കേ പോയിട്ടില്ല. കാരണം ഒന്നാമത് ഈ ഒരു പാറക്കെട്ടും കാര്യങ്ങളൊക്കെയാണ്, കുഞ്ഞുമക്കളല്ലേ നമ്മൾ കൂടിയുള്ളത്. അപ്പം നമ്മൾ വേഗം അവിടുന്ന് സ്ഥലം കാലിയാക്കി. കാരണം കുട്ടികൾ ആ ഒരു പേടി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവരെന്തായാലും വെള്ളത്തിലൊക്കെ ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനൊക്കെ തുടങ്ങും. അപ്പം നമ്മളത് പിന്നെ എന്തായാലും തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ തിരിച്ച് പോകുന്ന സമയത്ത് എനിക്ക് അങ്ങോട്ടൊക്കെ പോകണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഹസ്ബൻഡ് എങ്ങനെ വിടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ സൂമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നോക്കുകയാണ് അവിടെയുള്ള കാഴ്ചകളൊക്കെ. പിന്നെ തിരിച്ച് നമ്മൾ നടന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇവിടുന്ന് പോകാനേ തോന്നില്ല. അപ്പോൾ ഈ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടായത് ഇവിടെയുള്ള ആനിമൽസ്, ഇത് എൻട്രൻസിലും ഈ ഒരു ബോർഡ് ഉണ്ടായി കേട്ടോ. ഉണ്ടാകുന്ന ആനിമൽസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ആനയും പുലിയും കടുവയും കാട്ടുപോത്തും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ പോയത് ഫോഗി മാർട്ടിലൊക്കെ ഉണ്ടെന്ന് നെക്സ്റ്റ് അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. അപ്പോൾ അവിടെ ഈ ഒരു പ്ലേസ് നമ്മൾ കക്കയമ്പാറ എന്ന ഈ ഒരു കക്കാടംപൊയിൽ പോകുന്നതെന്ന് പറഞ്ഞ സമയത്തെ മോന് ഭയങ്കരമായിട്ട് പറഞ്ഞൊരു പ്ലേസാണ് കേട്ടോ ഫോഗി മൗണ്ടെയിൻ എന്ന് പറയുന്ന ആ ഒരു അഡ്വഞ്ചേഴ്സ്. നമ്മളെ കുഞ്ഞാപ്പൂ ഉണ്ടല്ലോ, അപ്പോൾ അവൻ്റെ വീഡിയോസൊക്കെ കാണുന്നതുകൊണ്ട് കുഞ്ഞാപ്പൂൻ്റെ സ്ഥലമാണ്, കുഞ്ഞാപ്പൂൻ്റെ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഭയങ്കര ഇതായിരുന്നു കേട്ടോ, എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഒരാൾക്ക് 799 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എൻട്രൻസിൽ തന്നെ ഒരു പോണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഇറങ്ങി. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു 60 അടി താഴ്ച ഉണ്ടെന്നാണ് പറഞ്ഞിട്ടില്ല. അത് നമ്മളൊരു കല്ലൊക്കെ എടുക്കുന്ന ക്വറി ഉണ്ടാവില്ല, അതിലാന്ന് തോന്നി ഇത് ഈ ഒരു സംഭവം ഉള്ളത്. അതൊരു നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ചെയ്യുന്ന കയാക്കിംഗ് ഒക്കെ പോലെ തന്നെ ഒരു സംഭവമാണ് കേട്ടോ. അതൊരു ഡേഞ്ചറസ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. അത് പിന്നെ നമ്മൾ എൻട്രൻസിലേക്ക് കയറി. പിന്നെ ഈ ഒരു അഡ്വഞ്ചേഴ്സ് പാർക്കിൻ്റെ വീഡിയോസ് ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഒരുപാട് റീൽസിലായാലും ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ പോയി ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഇതിലേക്കാണ് കേട്ടോ കയറിയത്. അപ്പം മോന് നമ്മൾ ലാസ്റ്റ് വണ്ടർലയിലും വിസ്മയിലൊക്കെ പോയ സമയത്ത് ഇതിൽ അവനെ കയറ്റിയിട്ടുണ്ടായിട്ടില്ല, ഈ ഒരു പോത്തിൻ്റെ പുറത്ത്. അപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് കയറണം എന്നുള്ളത്. അപ്പോൾ പിന്നെ എന്തായാലും അവൻ്റെ ആഗ്രഹം തീർത്തു കൊടുക്കാമെന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറ്റി. പിന്നെ അവൻ വീണ്ടപ്പോൾ ഞാൻ ഒരുപാട് ചിരിച്ചപ്പോൾ അതിന് എന്നോട് പറഞ്ഞു മോൻ കയറണം എന്നില്ല വാശി. അപ്പം ഞാനെങ്ങനെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് ഞാനും കയറി രണ്ട് പ്രാവശ്യം കറക്കുമ്പോൾ തന്നെ എനിക്ക് തല കറങ്ങി, പുറത്തേക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥയായത്. സത്യം പറഞ്ഞാൽ ഞാൻ പിന്നെ തല കറങ്ങിയിട്ട് ഞാൻ ചൊല്ലോ ഒന്ന് വീണിട്ടുണ്ടെങ്കിൽ എന്നുള്ള അവസ്ഥയിലായി. കാരണം പുറത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഒരു 30s നമുക്ക് കടന്നതിൻ്റെ അവസ്ഥ, 90 കിഡ്സിൻ്റെയൊക്കെ അവസ്ഥ ഇപ്പം അങ്ങനെയാണെന്ന് തോന്നുന്നു. 2-3 പ്രാവശ്യം കറങ്ങുമ്പോൾ തന്നെ തല ഫുൾ കറങ്ങി കേട്ടോ. പിന്നെ ഒരാട്ടല്ലേ തന്നെ ഞാനിവിടെ വീണ് തരാമെന്ന് പറഞ്ഞ് ഞാനവിടെ വീണ്.
അങ്ങനെ വീണ് കഴിഞ്ഞിട്ടും കുറച്ച് സമയത്തേക്ക് എനിക്കൊന്നും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം പിന്നെ ഹസ്ബൻഡ് എനിക്കുന്നില്ലേ മോന് കളിയാക്കി എന്നെ വിടുന്നില്ല കേട്ടോ. അപ്പോൾ ക്യാമറമാനയുടെ ക്യാമറയും പിടിച്ച് നിൽക്കുന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായില്ല. അപ്പം പിന്നെ എന്തായാലും എഴുന്നേക്കാന്ന് വെച്ച് എഴുന്നേക്കാനും പറ്റുന്നില്ല കേട്ടോ, അത്രയും അവസ്ഥ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന് നമ്മൾ ഫസ്റ്റ് ഒരു 11-12 മണി ആ ഒരു ടൈമിലാണ് കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ടായത്. അപ്പോൾ ആൾക്കാരൊക്കെ വരുന്ന ഒരു ടൈം ആയിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് നമ്മളാന്ന് തോന്നുന്നത് അന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഹസ്ബൻഡ് ഫസ്റ്റ് കയറി. അപ്പോൾ ഞാനിവിടെ ഭയങ്കര സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിത് ഇത്ര ഫസ്റ്റ് ടൈം ആട്ടോ ഇതിങ്ങനെ നേരിട്ടൊക്കെ കാണുന്നത്. അപ്പോൾ എന്തായാലും ഫ്രണ്ടിൽ തന്നെ പോയി നിന്നിട്ട് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് നിർത്താം. ഫസ്റ്റ് ടൈം ഇത്ര അടുത്തൊന്നും കാണുന്നതിൻ്റെ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് പോകാനായിട്ട് നിൽക്കാൻ സത്യം പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഭയങ്കരമായിട്ട് ഒരു പേടി ഇങ്ങനെ എൻ്റെ റബ്ബേ. പക്ഷെ ആൾ നല്ല കൂളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ആളിങ്ങനെ എന്നെ വിട്ടിട്ടാട്ടോ നൗഫക്ക് എന്നോട് പറഞ്ഞ് കയറണ്ട. കാരണം 2 ദിവസം മുമ്പ് മൈഗ്രെയിനൊക്കെ ആയിട്ട് റെസ്റ്റിലായിരുന്നു കേട്ടോ. ഈ താഴ്ന്നു വരുമ്പോൾ ഉള്ളതാണ് ശരിക്കും. എന്തായാലും ഇങ്ങനെയുള്ളല്ലോ നമ്മളെന്തായാലും ലൈഫിൽ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇതൊക്കെ. പിന്നെ ഇതിൽ വെയിറ്റ് ഒരു 45 above ഉള്ളവർക്ക് കയറാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെ തോന്നുന്നു വെയിറ്റൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ. പിന്നെ ഫസ്റ്റ് ടൈമായിട്ട് ചിലപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്തിട്ടുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവും. നമ്മൾ ലാസ്റ്റ് നമ്മൾ കാഞ്ഞങ്ങാട് ബേക്കറി പോയ സമയത്ത് അവിടെ ഉണ്ടായെന്ന് തോന്നുന്നു. പക്ഷെ പിന്നെ അവിടെയൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അവിടെ ചമ്മലൊക്കെ അങ്ങനെ. പക്ഷേ ഇവിടെ ഇപ്പോൾ ആരും ഇങ്ങനെ ഇല്ല, അത്ര അധികം ആൾക്കാരൊന്നും ഇല്ല. പിന്നെ എല്ലാവരും വരുന്ന ഒരു ടൈം ആയിട്ടുണ്ടായിട്ടോ. അതുകൊണ്ട് നമുക്കിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചമ്മലായിട്ട് കുറേ ആൾക്കാരിങ്ങനെ നമ്മളിങ്ങനെ നോക്കുന്ന സ്ഥലത്ത് എന്തായാലും നമുക്ക് കയറില്ല. പിന്നെ നെക്സ്റ്റ് ഇതാണ് കേട്ടോ, ഞാൻ സിബ് ലൈനറിലും നമ്മളൊരു സിബ് സൈക്കിളിലൊക്കെ കയറണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒഴിഞ്ഞാണ്ടപ്പോൾ ഇതിലേക്ക് കയറാമെന്ന് വെച്ചു. ആ ഒരു ലേഡി പറഞ്ഞായിരുന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. അത് ഹിന്ദി നേപ്പാളിയാന്ന് തോന്നുന്നവർ. അപ്പോൾ ഹസ്ബൻഡ് എനിക്ക് കറക്റ്റായിട്ട് ഞാൻ പറയുന്ന ഇംഗ്ലീഷൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞെങ്ങനെയൊക്കെ അതിൽ കയറി നമ്മൾ നന്നായിട്ട് ചവിട്ടണം കേട്ടോ. അതിന് ശേഷം കയറി പിന്നെ ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിട്ടോ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ അവിടെ സ്റ്റക്കായി പകുതിക്കൊക്കെ സ്റ്റക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊന്ന് പേടിച്ചിട്ട് ചവിട്ടാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും പിന്നെ ഇങ്ങോട്ടും നീങ്ങൂല അത്. അപ്പോൾ ഞാൻ അവിടെ പോയി തിരിച്ച് വരികയാണ്. അപ്പോൾ നമ്മൾ ചവിട്ടാന്നുള്ളതാണ്, നമ്മൾ കറക്റ്റായിട്ട് നടക്കുക. സാധാരണ നമ്മൾ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നടന്ന് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ താഴെ നല്ല പാറക്കെട്ടാണ്. നമ്മൾ താഴെ നോക്കിയാൽ ശരിക്കും പേടിയാവും. പിന്നെ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ പോയിട്ടോ. കാരണം വേറൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. സൈക്ലിംഗ് ആയാലും സിബ് ലൈനറൊന്നും കയറാൻ പറ്റില്ല. മോളാണെങ്കിൽ നല്ല കുഴപ്പമായിരുന്നു. കാരണം രാത്രി ഉറങ്ങിയിട്ടില്ല. പിന്നെ ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ ആൾ നന്നായിട്ട് ബോറടിച്ചു. കാരണം അവർക്കൊന്നും ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പം നമ്മൾ വേഗം പിന്നെ കുട്ടികളെ പാർക്കിലേക്കൊക്കെ പോയിട്ടോ. അപ്പോൾ നൗഫിക്കാൻ്റെ കൂടെ ഒന്നും മക്കളുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് നമ്മളൊരു ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഫോഗ്യമാട്ടിലും കാണുന്ന പോലത്തെ നമ്മളെ അതിൽ കയറാം. അപ്പോൾ മക്കൾ അവിടെ കളിക്കുന്ന സമയത്ത് ബോറടിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ പണ്ട് പോഗോ ചാനലിലൊക്കെ കാണുന്ന പോലെ കുറേ വടിൻ്റെ മുകളിലും അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കയറി ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ താഴത്തെ പോർഷനിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ മുകളിലേക്ക് കയറിയിട്ട് അത് കുറച്ചും കൂടെ ഒരു ഡേഞ്ചറാണെന്ന് തോന്നുന്നു. താഴത്തെ അത്ര പ്രശ്നമില്ല, എന്നാലും നമുക്ക് ബാലൻസൊക്കെ ചെയ്തിട്ട് നടക്കാൻ പറ്റും. പിന്നെ മുകളിൽ നമ്മൾ കയറിയിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ പോകാം കേട്ടോ. അപ്പോൾ താഴെ ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് ഹസ്ബൻഡും മക്കളൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. കമ്പാരിറ്റീവ്ലി ആൾ വളരെ കുറവാണ് കേട്ടോ ഈ ഒരു ഏരിയയിൽ. അതുകൊണ്ട് തന്നെ നമ്മളിഷ്ടംപോലെ നമുക്ക് എന്ത് ചെയ്യാനില്ല. പിന്നെ നമ്മളെ നാടില്ലാത്തതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാമല്ലോ, അങ്ങനെയല്ലേ, നാട്ടുകാരെ പേടിക്കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് നമ്മളിങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞ് സത്യം നന്നായിട്ട് ഏടായിട്ടോ. നല്ല വെയിലും
നല്ല ചൂടും നന്നായിട്ട് പിന്നെ ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം ഒക്കെ ഉണ്ടായിട്ടോ. അപ്പം നന്നായിട്ട് ടയർഡായിട്ടുണ്ട്. ഞാൻ ഓരോന്നും ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കഴിഞ്ഞാൽ മതി എന്നുള്ള അവസ്ഥയിലായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും ഫിനിഷ് ചെയ്തിട്ട് തന്നെ പോകാമെന്നുള്ള അവസ്ഥയിലായിരുന്നു. എന്തായാലും തിരിച്ച് പോകാനും കഴിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി. ലാസ്റ്റത്തെ ഉണ്ടോ ഇത് ശരിക്കും അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ ഇരുമ്പിൻ്റെ തന്നെയാണ്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നല്ല പൊള്ളുന്നുണ്ടായിട്ടോ. അപ്പോൾ അത് ശരിക്കും ഒരു അഡ്വഞ്ചർ തന്നെ ആയിരുന്നു കേട്ടോ. അത് ആ ഒരു ചൂടും കൂടെ ആയതുകൊണ്ട് തന്നെ പിന്നെ നേരെ അവിടെ നിന്ന് താഴേക്ക് തുള്ളി വരാനൊന്നും ഇല്ലാത്ത ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് എന്തായാലും മുമ്പോട്ട് നടക്കാമെന്ന് വിചാരിച്ച് മുമ്പിലേക്ക് നടക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് വിശക്കാനും തുടങ്ങുന്നുണ്ട്. നല്ല ബിരിയാണിൻ്റെ സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. താഴെ നൗഫുക്കാവും മക്കളും ഉണ്ടായിട്ടോ. അവർ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റത്തെ ഇതിലെത്തിയിട്ടാണ് സത്യം പറഞ്ഞാൽ നന്നായിട്ടായിരുന്നു. ഞാൻ കുറച്ച് സമയം അവിടെ നിന്നിട്ടാണ് പിന്നെ കണ്ടിന്യൂ ചെയ്തത്, കാരണം അത്രയും കഴിയാത്ത അവസ്ഥയായിരുന്നു. അപ്പം പിന്നെ ഇത് കാണുന്നത്ര എളുപ്പമല്ല കേട്ടോ. നന്നായിട്ട് ഒരു കാല് നന്നായിട്ട് വേദനെടുക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. താഴെ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനതിൻ്റെ വീഡിയോ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടായിട്ടില്ല, കാരണം അതിൽ നമ്മൾ അത്ര ഇതുണ്ടായിട്ടില്ല, കാരണം വടി പിന്നെ ടയർ കാണുന്നുണ്ടല്ലോ താഴെ, അതൊക്കെ ആയിരുന്നു കേട്ടോ. അതിന് ശേഷം ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിട്ടോ. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കുറേ ആൾക്കാരോ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് കയറാനൊക്കെ ക്യൂ നിൽക്കുന്നുണ്ടായിട്ടോ. പിന്നെ ഞാൻ വീണ്ടും ഇവരെ പാർക്കിലൊക്കെ പോയി കുറച്ച് സമയം അവരെ കൂടി സ്പെൻഡ് ചെയ്തിട്ടോ. അപ്പോൾ അവിടെ സെക്യൂരിറ്റിക്കാരനുണ്ടായിട്ട് കുട്ടികളെ പാർക്ക് ഞാൻ മനസ്സുകൊണ്ട് നമ്മളിപ്പോഴും വളരാത്ത കുട്ടികളാണെങ്കിലും നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. എന്തായാലും നമ്മൾ മറ്റുള്ളവർ നമ്മൾ നോക്കുമ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എന്തായാലും പോകാമെന്ന് വെച്ചു. പിന്നെ മോളാണെങ്കിൽ തീരെ ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വലിയ ശുണ്ടിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പോകുന്നതാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് വന്ന ടൈമിൽ നോക്കുന്ന സംഭവം കേട്ടോ. 17D അങ്ങനെ എന്തോ പറഞ്ഞിട്ട് 3D നമ്മൾ ആ ഒരു ഫിലിം ഉണ്ടല്ലോ, 17D എന്നാണ് കേട്ടോ. അപ്പോൾ എന്താണെന്നില്ല, കാരണം നമ്മൾ പോയിടത്തൊക്കെ പോകാറുണ്ട് കേട്ടോ. എല്ലാ ഇതിൽ പോയാലും 3Dയിൽ കയറാറുണ്ട് എപ്പോഴും. നമ്മൾ ആ ഒരു ട്രെയിനിൻ്റെതും അതൊക്കെയാണല്ലോ പൊതുവെ കാണുന്നത്. അപ്പം പിന്നെ ഞാൻ ഇതാണ് കേട്ടോ, കാരണം നമ്മൾ ആ ഒരു ഇരുന്നിട്ട് പോകുന്നത് ഫസ്റ്റ് നമ്മൾ വരുമ്പോൾ തന്നെ എൻട്രൻസിൽ തന്നെ കാണുന്നൊരു സംഭവമാണത്. അപ്പം നമ്മൾ 3D അല്ല 17D അതിലേക്ക് കയറി. പിന്നെ അതിന് ശേഷം ഞാൻ വാശി പിടിച്ചിട്ടാണ് 2ലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അതും കയറി. ഇത് ഇത്ര സ്പീഡിലൊന്നല്ല കേട്ടോ പോകുന്നത്, ഞാൻ സ്പീഡ് കൂട്ടിയതാണ്, 2Xൽ ആക്കിയതാണ്. അപ്പോൾ തിരിച്ച് വരുമ്പോഴാണ് കുറച്ചും കൂടെ സ്പീഡാണ് കേട്ടോ. നല്ല കാരണം കുറച്ചും കൂടെ ഹൈറ്റിലേക്ക് നമ്മളിങ്ങനെ പോയിട്ട് ഇങ്ങനെ റിട്ടേൺ വരും, കുറച്ച് നല്ല സ്പീഡിൽ വരുന്നുണ്ട്. പിന്നെ താഴെ 60 അടി താഴ്ചയുള്ള കറിയും കൂടെ ആണല്ലോ. നമ്മൾ 2 ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹസ്ബൻഡും ഫ്രണ്ടും കൂടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ റിട്ടേൺ തിരിച്ച് വരുന്ന കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് ടയർഡായി. ഒരു 1:45 അങ്ങനെ ആ ഒരു ടൈമും ആകും ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞു. അപ്പം മോനിപ്പോൾ ഇത് വാട്ടർ തീം പാർക്കിലേക്ക് അതിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ നമ്മൾ എൻട്രൻസ് തെറ്റി. നമ്മൾ ഇതല്ല നമുക്ക് എൻട്രൻസ്, നമുക്ക് അപ്പുറമായിരുന്നു എൻട്രൻസ്. അപ്പം വീണ്ടും നമ്മൾ അങ്ങോട്ടേക്ക് തിരിച്ച് പോകാം കേട്ടോ. മോളാണെങ്കിൽ ആകെ ടയർഡായിട്ടാണ് ഉള്ളത്. ഉറക്കം വന്നിട്ട് ആൾ നന്നായിട്ട് ഇതായിട്ടുള്ള അങ്ങനെ നിൽക്കുന്നില്ലായിരുന്നു. അപ്പം പിന്നെ നമ്മൾ വേവ് ഉണ്ടെന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടോ. വെള്ളം കണ്ടപ്പോൾ എല്ലാവരും ആക്റ്റീവായിട്ടോ. എല്ലാവരും ക്ഷീണമൊക്കെ മാറി. പക്ഷെ മോള് വെള്ളത്തിലൊന്നും ആദ്യമൊന്നും കീഞ്ഞിട്ടുണ്ടായില്ല. പിന്നെ നമ്മൾ മെല്ലെ സൈഡിലൊക്കെ ഇരുത്തി മെല്ലെ വെള്ളത്തിലേക്ക് ഇറക്കിയതാണ് കേട്ടോ. പിന്നെ ആൾ ആദ്യം ആ ഒരു മൂടിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടായില്ല. പിന്നെ ഞാനും വെള്ളത്തിലൊക്കെ കീഞ്ഞിട്ടോ മോളെ. പിന്നെ ലാസ്റ്റ് ബ്രേക്ക് ഡാൻസ്. അപ്പം അതിൽ പിന്നെ ഞാൻ പിന്നെ അതിലേക്ക് ഞാൻ അങ്ങനെ പോയില്ല, കാരണം ഒരുപാട് നനഞ്ഞിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുള്ള ഒരവസ്ഥയിലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പക്ഷെ ഞാൻ ഇട്ട ഡ്രസ്സ് അത്ര ഇങ്ങനെ നമ്മൾ ഒട്ടിപ്പിടിക്കുന്ന ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് എനിക്കത്ര പ്രോബ്ലം ഉണ്ടായിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ആദ്യം സത്യം വെച്ചാൽ ഈ ഒരു ഡ്രസ്സ് ഇട്ടത് ഞാൻ വണ്ടിയിലായതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ. കാരണം ലെങ്ത്തൊന്നും ഇല്ലാത്തൊരു ഡ്രസ്സായതുകൊണ്ട് ആകെ ഒരു ഇതായിരുന്നു ഉണ്ടായത്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് നല്ലതാണെന്ന് തോന്നി, കാരണം വെള്ളത്തിൽ നനഞ്ഞപ്പോൾ അത്ര ഇങ്ങനെ ബോറായിട്ടൊന്നുമില്ല. അപ്പം പിന്നെ അത് കൂളായിട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങാനൊക്കെ പറ്റി. പിന്നെ നമ്മൾ ഇവരിങ്ങനെ കയറുന്നുണ്ടായില്ല കേട്ടോ. മോളൊന്നും വെള്ളത്തിൽ തന്നെ കുറേ അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിട്ടോ. കാരണം നമ്മൾ അവിടെ കോഴിപ്പാറയിൽ പോയ സമയത്ത് നമുക്കത്ര വെള്ളത്തിലങ്ങനെ
നമ്മളത്ര ഇവരിറക്കാത്തതുകൊണ്ട് തന്നെ ഇവർ ഇവിടെ ഫുൾ ആഹ്ലാദിച്ച് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിനിടയിൽ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം രണ്ടാമത് വന്നിട്ട് ഇവരെങ്ങനെ കയറുന്നില്ല കേട്ടോ. നമുക്കാണെങ്കിൽ വിശന്നിട്ട് ഇടയ്ക്ക് മോനെ അതിൻ്റെ മുകളിൽ കയറിയിട്ടൊക്കെ കുറേ വീണ മൂക്കിലൊക്കെ വെള്ളം കയറി അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് എന്നാലും വെള്ളത്തിൽ നിന്ന് കയറുന്നേ ഉണ്ടായില്ല. പിന്നെ നമ്മൾ കുറച്ച് സമയം കൂടെ അവർ വെള്ളത്തിൽ നിന്ന് ഇതാക്കട്ടെ എന്ന് ചോദിച്ചു. മോള് പിന്നെ ആ ഒരു ടൈമിൽ കുറച്ച് ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെരുപ്പൊക്കെ അവിടെ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ്. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് തിരിച്ച് വരികയാണ്. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഒന്ന് സെറ്റായിട്ടുണ്ട്. ഡ്രസ്സ് മാറിയത് മാത്രമല്ല എല്ലാവരും അവിടെ ആ ഒരു ഇതിൻ്റെ മുകളിൽ ഡ്രസ്സ് ഇങ്ങനെ ആറിയിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് കുറച്ച് ഇതായി നമുക്ക് ബാഗിലൊക്കെ ഇടാൻ പറ്റുമല്ലോ, അങ്ങനെ വെച്ചാൽ അതൊന്നും അവിടെ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിട്ട്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് തന്നെ കഴിച്ചത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഫുഡൊക്കെ കഴിക്കാനുള്ള ഏരിയ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും മോൾ ഉറങ്ങിയിട്ടുണ്ടായി കേട്ടോ. ഫുഡ് കഴിക്കുന്നതിനിടയിൽ തന്നെ ഉറങ്ങിയിട്ടുണ്ടായി. പിന്നെ നമ്മൾ റിസോർട്ടിലേക്ക് പോയി. ഇതാണ് കേട്ടോ നമ്മുടെ റിസോർട്ട്. നമ്മൾ എൻട്രൻസ് കയറി കാണുമ്പോൾ തന്നെ അത്യാവശ്യം കുറച്ച് ഇങ്ങനെ വീടുകളാണ് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് തന്നെ നല്ല പ്രൈവസി ഉള്ളൊരു ഇതായിട്ട് തോന്നി ഫസ്റ്റ് കയറുമ്പം തന്നെ നമുക്ക്. ഇതാണ് ഇത് ശരിക്കും ഒരു വീട് തന്നെയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഇൻസൈഡൊക്കെ. അപ്പം മോള് അപ്പോൾ അവിടെ നിന്ന് ഉറങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത് തന്നെയാണ് കേട്ടോ. ഫോഗിമാർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ. അയാസിസ് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയത് നമുക്ക് ലാസ്റ്റ്. പക്ഷെ അത് അത്യാവശ്യം നമുക്ക് ശരിക്കും നല്ല പ്രൈവസി ഉണ്ടായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ല ഒന്നാമത് ആ ഒരു കാലാവസ്ഥയും നല്ല ഇതായതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ഒന്ന് ഉറങ്ങി എണീച്ച് വൈകുന്നേരം 5 മണിക്ക് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഹസ്ബൻഡും മക്കളും മറ്റേ ഫാമിലിയൊക്കെ ഉറങ്ങുന്നുണ്ട്. ഞാൻ മോനെ വിളിച്ചില്ല, എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ മോനെ വിളിച്ചത് കേട്ടോ. ഭയ്യ ഇവിടെ നിന്നൊക്കെ തിരിഞ്ഞ് അവിടത്തേക്ക് മോനെ കാണുന്നില്ല, അവന് വീണ്ടും ഉള്ളിൽ പോയിട്ട് ഉറങ്ങി കേട്ടോ. ഇതാണ് കേട്ടോ പൂള്. നമ്മൾ എല്ലാ റിസോർട്ടും ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച സമയത്ത് എന്തായാലും പൂളുള്ളത് തന്നെ വേണമെന്നുള്ളത് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. കാരണം മോനും ഭയങ്കര പൂള് ലാസ്റ്റ് ടൈമിൽ നമ്മൾ പോയ സമയത്തൊക്കെ ഇത് തന്നെയാണ് കേട്ടോ. അത് നമ്മൾ ഒരു റിസോർട്ടിൽ ഒരുപാട് റൂം ചെറിയ ചെറിയ കോട്ടേജായിട്ട് അങ്ങനെ ഉണ്ടായത്. അപ്പോൾ അതിൽ ഒരു ഫാമിലി ഇതും പിന്നെ ഒരു ചെറുതും വന്നിട്ടുണ്ട് ഉണ്ടായത്. അപ്പോൾ അതിൽ ഭയങ്കര തിരക്കായിട്ട് അങ്ങനെ നമുക്കങ്ങനെ ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതിലിപ്പോൾ ഇങ്ങനെ ഒരു റിസോർട്ടിന് ഒരു നല്ല പ്രൈവസി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വീഡിയോ എടുക്കുന്നില്ല വെച്ചാൽ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ വന്ന റോഡൊക്കെ അവിടെ നിന്ന് കാണുന്നുണ്ടായിട്ട് ദൂരത്തുനിന്ന്. പിന്നെ ഇവിടെ 2 ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഉള്ള ഊഞ്ഞാലും പിന്നെ സാധാരണ നമ്മളിങ്ങനെ ഇരുന്നിട്ടുള്ള ആ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിട്ടോ. അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും ഒന്ന് ഊഞ്ഞാലൊക്കെ ആടാൻ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ. എന്നാലും നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ മടിയുണ്ടാവുമായിരിക്കും ചിലർക്കൊക്കെ. അപ്പം പിന്നെ നമുക്കും അങ്ങനത്തെ മടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നാമത് ഊഞ്ഞാലൊക്കെ ആടി സ്പെൻഡ് ചെയ്തു. പിന്നെ മോളെന്തോ എണീച്ചോ എന്നൊരു തോന്നൽ കൊണ്ട് ഞാൻ വേഗം റൂമിലേക്ക് തന്നെ പോയിട്ടോ. പിന്നെ ഞാൻ അവളെ കൂടെ കുറച്ച് സമയം ഉറങ്ങി. 7 മണിയായപ്പോൾ എണീച്ചു. കിച്ചൺ ഭാഗത്തേക്ക് ഞാൻ പോയിട്ടേ ഉണ്ടായില്ല കേട്ടോ. ടൂറൊക്കെ വന്നിട്ട് പിന്നെയും കിച്ചണൊക്കെ തുറക്കണം എന്നൊക്കെ വെച്ചിട്ട് ആകെ മടിച്ചിട്ടാണ് ഉണ്ടായത്. പിന്നെ നമ്മൾ എന്തായാലും നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചായയൊക്കെ വെച്ച് കുടിക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു. ശരിയാണ് കേട്ടോ, ശരിക്കും അടിപൊളി സംഭവം തന്നെ. നമ്മൾ സാധാരണ വീട്ടിലുള്ള എല്ലാ സെറ്റിങ്സും ഉണ്ട്. അപ്പം പിന്നെ എന്തായാലും ചായയും കൂടെ വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ചായയൊക്കെ ഇട്ട് കുടിക്കാം കേട്ടോ. ഡൈനിങ് ടേബിളും ഒക്കെ ഉണ്ട് കേട്ടോ. സംഭവം ഇതൊരു വീട് തന്നെയാണ്. ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിറകെ തന്നെ മകളും ഇറങ്ങി വെച്ച് വന്നിട്ടുണ്ട്. പിന്നെ വേഗം ചായയൊക്കെ ഉണ്ടാക്കി. ചായ മാത്രമല്ല ഫുഡ് നമുക്ക് അവിടെ ആക്കാനുള്ള എല്ലാ പാത്രങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പുറത്ത് ഒരു സെറ്റിങ്സൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ടേബിളും കുറച്ച് കസേരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അവിടെയൊക്കെ പോയി കുറച്ച് സമയം ഇരുന്ന് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും എല്ലാവരും ഫുൾ ആക്റ്റീവായിട്ടോ. കാരണം നമ്മൾ ആ ഒരു യാത്രാക്ഷീണവും ഉറക്കമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ആക്റ്റീവായി. നമ്മൾ ഊഞ്ഞാലിൻ്റെ ഭാഗത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ വെള്ളത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു, സ്വിമ്മിംഗ് പൂളിലേക്ക്. മോനാണ് ഭയങ്കര ആവേശം കേട്ടോ. അപ്പോൾ
വെള്ളത്തിലേക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അത് എനിക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒന്നാമത് തണുപ്പ്, ഭയങ്കര തണുപ്പായതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല. മോളെയും കീച്ചും ഞാനും കീഞ്ഞു. പിന്നെ നമ്മൾ ഫുള്ള് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടോ, കുറച്ചൊന്നുമില്ല, നല്ലോണം കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായി. പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിട്ട് അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് അങ്ങനെ ഫുഡും കഴിച്ച് ഉറങ്ങി. പിറ്റേന്ന് മോർണിംഗ് ആയപ്പോൾ ഇതന്നെ കേട്ടോ പരിപാടി, എല്ലാവരും വെള്ളത്തിൽ തന്നെ. പിന്നെ ഇവർ ഫുള്ള് വെള്ളത്തിൽ തന്നെ കളിയാണ് കേട്ടോ. രാവിലെ ഇവർക്ക് തന്നെ പണി, സ്വിമ്മിംഗ് പൂൾ ഫുൾ മുതലാക്കിയിട്ടുണ്ടായിട്ട് അവർ. മോള് രാവിലെ ഇറങ്ങാൻ ഭയങ്കര മടിച്ചിട്ടുണ്ടായിട്ടോ, ഇറങ്ങുന്നില്ല. തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ ചായ കുടിച്ചിട്ടോ, മക്കൾ ചായ ഒന്നും കുടിച്ചിട്ട് രാത്രിത്തെ മന്തിയൊക്കെ ഉണ്ടായിട്ടോ. അവിടെ ഫ്രിഡ്ജൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് മന്തി തന്നെ അവർക്ക് ചൂടാക്കി കൊടുത്തിട്ടാണ് ഉണ്ടായിട്ടോ രാവിലെയൊക്കെ. അങ്ങനെ പിന്നെ വെള്ളത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ, വെള്ളത്തിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തവർ. ഇതെല്ലാം കൊണ്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ റിസോർട്ട് കറക്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് വേറെ ഒരു ഡിസ്റ്റർബൻസും ഇല്ല, വേറൊരു ഇതുമില്ല. മക്കളെ കാര്യമായാലും നമ്മളെ കാര്യമായാലും എല്ലാം നമുക്ക് അത്രയും സേഫ് ആയിട്ട് എല്ലാം. ഒരു കാര്യം ഇപ്പോൾ ഫുഡാക്കുന്ന കാര്യമായാലും നമുക്ക് എവിടെയെങ്കിലും പോയാലും ഇതൊക്കെയല്ല കൺസിഡർ നമ്മളെ മക്കളുടെ കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡാക്കുന്ന കാര്യം. അതൊക്കെ വീട്ടിൽ എത്ര മാവുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് പോയടത്തൊക്കെ മാങ്ങ കണ്ടാൽ എന്തായാലും ഒരു ആശയമാണല്ലോ. അങ്ങനെ ടേസ്റ്റ് ചെയ്യാനൊക്കെ വിചാരിച്ചിട്ട് ഒന്ന് പറിച്ചു, പിന്നെ 2-3 പറിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ മുറിച്ച് പാത്രത്തിലൊക്കെ ആക്കി ഉപ്പും ഒക്കെ കൂട്ടി നമ്മൾ നന്നായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കേട്ടോ. പിന്നെ അതുപോലെ രണ്ടാമത് പിന്നെയും പറിച്ചിട്ടോ. നല്ല ടേസ്റ്റുള്ള മാങ്ങയായിരുന്നു കേട്ടോ, ഉപ്പും കൂട്ടി തിന്ന് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫ്രഷായി 10:30 ആകുമ്പോഴേക്കും ചെക്കൗട്ട് ചെയ്തിട്ടോ. പിന്നെ നമ്മൾ ഹൈലൈറ്റ് മാളിലേക്കാണ് പോയത്. ഹൈലൈറ്റ് മാളിലേക്ക് പോകാൻ ഒറ്റ കാരണം ഉണ്ടായിട്ടുള്ളൂ, സ്നോ ഫാൻറ്റസി, നമ്മളെ സ്നോ വേൾഡിലേക്ക് പോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോഴേക്കും മോള് ഉറങ്ങിയിട്ടുണ്ടായിട്ടോ വണ്ടിയിൽ നിന്ന്. കാരണം ഒന്നാമത് വെള്ളത്തിലൊക്കെ കളിച്ചിട്ടൊക്കെ ആയിരിക്കും നല്ലോണം ടയർഡായിട്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിട്ടോ. പിന്നെ നമ്മൾ സ്നോ ഹൗസിലേക്ക് കയറി. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായത് കേട്ടോ, ഞാൻ വലിയൊരു അബദ്ധമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം മോള് ഫ്രോക്കാണ് ഇട്ടിട്ടുണ്ടായത്. അപ്പോൾ അതിൽ അവൾക്ക് കാലൊക്കെ നന്നായിട്ട് ഷൂസും ഷോക്സൊക്കെ ഉണ്ടെങ്കിലും കാല് നന്നായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ ഇങ്ങനെ ഒട്ടും ആക്റ്റീവല്ല. ഒന്നാമത് ഉറങ്ങി എണീച്ചത് കൊണ്ട് തന്നെ ആകെ ഒരു മൂടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിട്ടോ. കുറച്ച് സമയത്ത് കളിപ്പിക്കുകയോ ചെയ്തു. മോന് നന്നായിട്ടെല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ടായിട്ടോ. അവിടെ നമ്മളൊരു ടയറിന് മുകളിൽ പോകുന്ന സംഭവം ഉണ്ടല്ലോ, ഒന്നും ബക്കറ്റ് എന്തോ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ പേര് എക്സാക്റ്റ് അറിയില്ല. അപ്പോൾ അതിലൊക്കെ ഒരു 10-15 പ്രാവശ്യം കയറിയിട്ടുണ്ടാവും കേട്ടോ. ആളൊക്കെ ഇടയിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ നുഴഞ്ഞ് കയറിയിട്ടൊക്കെ ക്യൂവിലൊക്കെ പോയിട്ട് കയറുന്നുണ്ടായിരുന്നു ആൾ. അപ്പോൾ പിന്നെ നമ്മൾ വേഗമായിരുന്നു, മോള് തീരെ കംഫർട്ടില്ലാത്തതുകൊണ്ട് പിന്നെ ഇറങ്ങിയിട്ടോ. പിന്നെ ഇവർക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിലും എവിടെ പോയാലും ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ കോഴിക്കോട് ബീച്ച്. കോഴിക്കോട് വന്നിട്ട് ഇവിടെ വരാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ വീഡിയോസിലും റീൽസിലും ഒക്കെ ഇങ്ങനെ കണ്ട് കൊതിച്ചിട്ടാണ് വന്നത്. പക്ഷെ എന്താ കാര്യം, പാർക്കിംഗ് കിട്ടാൻ തന്നെ നമ്മളൊരു 5-6 പ്രാവശ്യം, എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ നമ്മൾ യൂട്ടേണൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സ്പേസിന് വേണ്ടി നോക്കിയിട്ടുണ്ടായിട്ടോ. അത്രയ്ക്കും രക്ഷമെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും അങ്ങനെയായിരുന്നു. അപ്പം ഇവിടെ നമ്മൾ 2-3 ഫോട്ടോസും കാര്യങ്ങളും. പിന്നെ ഒരു 4:30 ആയപ്പോഴാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായത്. പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇവിടെ വരുന്നത് കുറേ നമ്മൾ സ്പെഷ്യൽ സ്നാക്സൊക്കെ കഴിക്കാനാണ്. ഇപ്പം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കൂന്തൽ നിറച്ചതൊക്കെ കഴിക്കാൻ കേട്ടോ. പക്ഷേ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒന്നാമത് നമ്മൾ ചായയൊക്കെ കുടിച്ചു അവിടെ നിന്ന് വേഗം. പിന്നെ തിരക്കൊക്കെ ആയതുകൊണ്ട് പിന്നെ വേഗം നമ്മൾ ഇങ്ങോട്ടേക്ക് റിട്ടേൺ ആയിട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ടൂർ. താങ്ക് യു ഫോർ വാച്ചിങ്.